ഇപ്പോൾ വേദന കുറച്ച് കുറവില്ലേ കാശിയേട്ടാ? രാവിലെ തന്നെ പ്ലാസ്റ്റർ ഇട്ട കാല് ചെറിയ വേദനയുണ്ടെന്ന് പറഞ്ഞതും ആ കാല് മടിയിലെടുത്തു വെച്ച് തലോടിക്കൊണ്ട് അപ്പു തിരക്കി. ഇങ്ങനെയല്ലല്ലോ എൻ്റെ അപ്പു അമ്മയെ ചോദിക്കേണ്ടേ? കാശിമോനെ, മോനെ അമ്മ തലോടി തന്നപ്പോൾ വേദന പോയോ എന്നല്ലേ? അവളെ കളിയാക്കി ചോദിച്ചുകൊണ്ട് ചെക്കൻ മുന്നോട്ടാഞ്ഞ് അപ്പുവിൻ്റെ കവിളിൽ അമർത്തിയൊന്ന് മുത്തിയതും കോളിംഗ് ബെൽ ഉയർന്നു കേട്ടതും ഒരുമിച്ചായിരുന്നു. നശിപ്പിച്ചു. ഇതാരാ ഈ നേരത്ത്? അമലാവില്ല. പല്ല് കടിച്ചുകൊണ്ട് കാശി സ്വയം എന്നോണം പറയെ അപ്പു അവൻ്റെ കാല് മടിയിൽ നിന്ന് എടുത്ത് ടീപ്പോയിൽ വച്ചിരുന്ന വില്ലോയിലേക്ക് ഉയർത്തി വെച്ചിട്ട് വാതിൽ തുറക്കാനായിട്ട് പോയി. വാതിൽ തുറന്ന അപ്പു കാണുന്നത് കുഞ്ഞൊരു കുട്ടിയെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന കാശിയുടെ ഒക്കെ പ്രായമുള്ളൊരു ചെറുപ്പക്കാരനെയും അയാൾക്കരികിലായി ഒരു പ്രായമുള്ള പുരുഷനും ആയിരുന്നു. കാശിദേവ്, ഇത് കാശിയുടെ വീടല്ലേ? വാതുക്കൽ നിന്ന് മുന്നിൽ നിൽക്കുന്നവരെ അളന്നു കുറിച്ചു നോക്കുന്ന അപ്പുവിനോട് ആ ചെറുപ്പക്കാരൻ തിരക്കി. ആ അതെ, അയാളുടെ ചോദ്യത്തിൽ പെണ്ണൊരു ഞെട്ടലോടെ പറഞ്ഞു. ആരാ അപ്പു വന്നത്? ഹാളിലിരുന്ന് കാശി അവളോട് തിരക്കി. കയറി വരൂ, കാശിയേട്ടന് ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറ്റില്ല പറഞ്ഞിട്ട് അപ്പു അവരെയും കൂട്ടി ഹാളിലേക്ക് വന്നു. ആ മനോജ് അല്ലേ? ഇങ്ങോട്ടിരിക്കു കേട്ടോ, ഞാൻ നിങ്ങളെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാശി ചിരിയോടെ പറഞ്ഞു. ഞാനേ കുടിക്കാനെടുക്കാവേ കാശിയേട്ടാ പറഞ്ഞിട്ട് അപ്പു അടുക്കളയിലേക്ക് നടന്നു. കുടിക്കാനിപ്പോൾ ഒന്നും വേണ്ടായിരുന്നു, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ആ പ്രായമുള്ളയാൾ കയ്യിലിരുന്ന കവർ സെറ്റിയുടെ സൈഡിൽ വെച്ചിട്ട് പറഞ്ഞു. അതൊന്നും പറ്റില്ല, ഒരു ഗ്ലാസ് ചായ, അത് കുടിച്ചിട്ട് പോകാം, ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് വരാവേ. അടുക്കളവാതിൽ കടക്കും മുമ്പ് അയാൾ പറയുന്നത് കേട്ട് അപ്പു തിരിഞ്ഞു നിന്ന് ചിരിയോടെ പറഞ്ഞു. രക്ഷയില്ല, എൻ്റെ അപ്പു പറഞ്ഞാൽ പറഞ്ഞതാണ്, കാശി മെല്ലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ന് ഡിസ്ചാർജായി? വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ആ കുഞ്ഞിൻ്റെ കവളിൽ തൊട്ടുകൊണ്ട് കാശി തിരക്കി. ഇന്നലെ ഡിസ്ചാർജായി. പിന്നെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് വായനശാലയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് വെച്ച് നേരെ ഇങ്ങ് പോന്നു, മനോജ് ചെറുചിരിയോടെ പറഞ്ഞു. വീട്ടിൽ ആ കുട്ടിക്കൊപ്പം ആരാണുള്ളത്? കാശി ചോദിക്കുന്നത് കേട്ടുകൊണ്ടാണ് അപ്പു ചായയുമായിട്ട് വന്നത്. വീട്ടിൽ ആൻറ്റിയുണ്ട്, അച്ഛൻ്റെ അനിയത്തി, പിന്നെ സഹായത്തിൽ നിൽക്കുന്ന ഒരു ചേച്ചിയും, മനോജ് സ്നേഹം നിറഞ്ഞ നന്ദി നിറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഇനി ചായ കുടിച്ചിട്ട് സംസാരിക്കാവേ, ചായ അവർക്ക് നീട്ടിക്കൊണ്ട് അപ്പു പറഞ്ഞു. അപ്പുവിന് മനസ്സിലായോ ഇതാരാണെന്ന്? അന്ന് ആക്സിഡൻ്റ് ആയില്ലേ, അത് ഈ വാവയും അമ്മയുമാണ്. ആ കുട്ടിയുടെ ഹസ്ബൻഡാണിത്, മനോജ്. ഇത് മനോജിൻ്റെ അച്ഛൻ. കാശി അപ്പുവിന് അവരെ പരിചയപ്പെടുത്തുന്നത് നോക്കി ചെറുചിരിയോടെ ആ അച്ഛനും മകനും ഇരുന്നു. വാവ ഇങ്ങ് വന്നേ, അച്ഛനും അച്ഛനും ചായ കുടിക്കട്ടെ. ദേ ആൻറ്റിയുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ട്, നമുക്കത് കഴിക്കാം, വാവയ്ക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് അപ്പു പറഞ്ഞു. വാവ അവളെ ഒന്ന് നോക്കിയിട്ട് കാശിക്ക് നേരെ കൈനീട്ടി എടുക്കാനെന്ന പോലെ. അത് കണ്ടതും പെണ്ണിൻ്റെ മുഖമൊന്ന് കൂർത്തു. വാടാ കള്ളച്ചെറുക്ക, കൈ വേദനിക്കുന്നു എങ്കിലും അത് പുറത്ത് കാണിക്കാതെ കാശി ചെക്കനെ എടുത്ത് മടിയിലിരുത്തി. ഇവൻ്റെ പേരെന്താ? കയ്യിലിരുന്ന ഡയറി മിൽക്കിൻ്റെ കവർ പൊളിച്ച് ഒരു കഷ്ണം കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തിട്ട് അപ്പു തിരക്കി. ഇവാൻ മനോജ്. ഞങ്ങൾ കണ്ണ എന്നാണ് വിളിക്കുന്നത്, മനോജ് പുഞ്ചിരിയോടെ പറഞ്ഞു. കണ്ണൻ, നല്ല പേരാണ് അല്ലേ കാശിയേട്ടാ? അപ്പു ചോദിക്കുന്നതിന് കാശി ചിരിയോടെ തലയാട്ടി. പിന്നെയും ഒരുപാട് നേരം സംസാരിച്ചിരുന്നിട്ട് അപ്പുവിനെയും കാശിയെയും അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടാണ് അവർ തിരികെ പോയത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോണോ അബു? ആ കൊച്ച് ഇത്രയും കാലം ജീവിച്ചതുപോലെ തന്നെ ജീവിച്ചോളും, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് കിട്ടേണ്ട വകയിൽ കുറച്ചെന്തെങ്കിലും കൊടുത്താൽ പോരെ? അയാളുടെ മൂത്ത ചേട്ടൻ തിരക്കി. അമ്ന അയാളെ കൊല്ലാനുള്ള കലിയോട് എന്തോ പറയാൻ തുടങ്ങിയതും ഇപ്പോൾ ഒന്നും മിണ്ടണ്ട എന്ന പോലെ അബൂബക്കർ അവളെ കണ്ണു ചിമ്മി കാണിച്ചു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അമ്മി പോയി എന്നത് നമ്മളെയൊക്കെ ഇത്രയും വർഷം കൊണ്ട് അംഗീകരിച്ച കാര്യമാണ്. അവനൊരു കുഞ്ഞുണ്ടെന്ന് പറയുന്നതേയുള്ളൂ, നമ്മൾ കണ്ടിട്ടില്ല. ഇതുവരെ അങ്ങനെ ആരും അന്വേഷിച്ച് വന്നിട്ടുമില്ല. അതുകൊണ്ട് ഇതുവരെ ഉള്ളതുപോലെ പോകുന്നതാണ് അറക്കൽ തറവാടിൻ്റെ പേരിനും പെരുമയ്ക്കും നല്ലത്. ഐഷുമ്മയുടെ സഹോദരനും അതുതന്നെയായിരുന്നു അഭിപ്രായം. പിന്നെ ഉണ്ടായിരുന്ന ഏകദേശം ബന്ധുക്കളുടെ അഭിപ്രായവും അതുതന്നെയായിരുന്നു. ഇനി നിങ്ങൾക്കൊന്നും പറയാനില്ലേ അക്ബറെ? നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം പറയൂ. സഹോദരങ്ങളുടെയൊക്കെ അഭിപ്രായം പറച്ചിൽ കരഞ്ഞതോടെ അബൂബക്കർ തൻ്റെ മൂത്ത മകനെ നോക്കി. അതിപ്പോ എനിക്ക് ആ മോളെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്, അക്ബർ തൻ്റെ സഹോദരങ്ങളെ ഒന്ന് നോക്കിയിട്ട് മെല്ലെ പറഞ്ഞു. ആര് പ്രസവിച്ചതായാലും നമ്മുടെ ചോര തന്നെയല്ലേ ആ കുഞ്ഞ്, അതിനെ പോയെന്ന് കാണണം എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം, തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അഷ്റഫ് പറഞ്ഞു. ആ ഇനിയിപ്പോൾ അലീഷയുടെ തീരുമാനം ചോദിക്കേണ്ട, ഇക്കാക്കമാരും മകളും തീരുമാനിച്ചുറപ്പിച്ചതിൻ്റെ പിന്നാലെ തന്നെയാവും എൻ്റെ പോക്കും അല്ലേ? ഐഷുമ്മയുടെ സഹോദരൻ ചോദിച്ചതും മറുപടി ഒന്നും പറയാതെ അവർ മുഖം കുനിച്ചു കളഞ്ഞു. ശരി, എല്ലാവരുടെയും അഭിപ്രായമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും എൻ്റെ അഭിപ്രായം തുറന്നു പറയട്ടെ. അബൂബക്കർ സഹോദരങ്ങളെയും മക്കളെയും മരുമക്കളെയും ഒക്കെ മാറി മാറി നോക്കിയിട്ട് തിരക്കി. നീ പറയ്, എന്താ എൻ്റെ തീരുമാനം? അയാളുടെ മൂത്ത സഹോദരൻ തിരക്കി. ആ കുഞ്ഞുമോളെ എൻ്റെ അമ്മയുടെ മോളായി തന്നെ ഈ തറവാട്ടിലേക്ക് ഞാൻ കൈപിടിച്ച് കയറ്റും, അബൂബക്കർ തൻ്റെ മകൻ്റെ ചിത്രത്തിലേക്ക് നോക്കി മെല്ലെ എന്നോണം പറഞ്ഞു. നിനക്ക് ഭ്രാന്താണോ അബു?
എവിടെയോ കിടന്ന കണ്ട മതക്കാരി പെണ്ണ് പ്രസവിച്ച കുഞ്ഞിനെ ഇവിടുത്തെ ചോരയാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു കയറ്റാൻ അയാൾ ദേഷ്യത്തിൽ ഇരുന്നിടത്ത് നിന്ന് ചാടി എണീറ്റുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ ആരെതിർത്താലും ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കും. എൻ്റെ മോനെ സ്നേഹിച്ചു പോയതുകൊണ്ട്, അവൻ്റെ ചോരയെ വയറ്റിൽ ചുമന്നതുകൊണ്ട് മരണം വരെയും മറ്റുള്ളവർ വേദനിപ്പിച്ച ആ ആത്മാവിന് ഇതുകൂടെ കൊണ്ട് മോക്ഷമുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബൂബക്കർ തൻ്റെ തീരുമാനം പറഞ്ഞതും എഴുന്നേറ്റ് നിന്ന് ഒന്ന് വിസിലടിക്കാൻ തോന്നി അമ്നയ്ക്ക്. പക്ഷേ ബലമായി ഫായിസ് പിടിച്ചു വെച്ചതുകൊണ്ട് കൊച്ചിന് അനങ്ങാൻ പറ്റിയില്ല. എന്നാ പിന്നെ നിങ്ങൾ പാപ്പയും മക്കളുമൊക്കെ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കട്ടെ. ഇനി തറവാട്ടിലേക്ക് ഞാൻ വരുന്നില്ല. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഇരുന്നിടത്ത് നിന്ന് ചാടി എണീറ്റ് ആദ്യം പുറത്തേക്ക് പാഞ്ഞത് അബൂബക്കറിന്റെ സഹോദരനായിരുന്നു. അയാൾക്ക് പിന്നിലെ ബാക്കി ബന്ധുക്കളും. ചാടിത്തുള്ളി പോകുന്നവരെ പിച്ചത്തോടെ നോക്കി നിന്നു അമ്നയും ഫായിസും ഉൾപ്പെടെ പുതുതലമുറ. എന്തു പറ്റി എൻ്റെ അപ്പൂട്ടന്? മുഖമൊക്കെ ഒരു കൊട്ടയ്ക്കുണ്ടല്ലോ. ഈ അപ്പൂട്ടനെ കൊള്ളില്ല കേട്ടോ. ഇതിപ്പോ മുഖമൊക്കെ കയറ്റി പിടിച്ചു എനിക്ക് വിഷമമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ഇരുന്നു തനിക്ക് ചോറ് വാരിത്തരുന്നവളോട് അവളുടെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് കാശി പറഞ്ഞു. രാവിലെ തന്നെ അമ്ന വിളിച്ചു. എല്ലാവരും കൂടെ 2 ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് പറഞ്ഞത് മുതൽ മൂടിക്കെട്ടി ഇരിപ്പാണ് അവൾ. എനിക്ക് അവരെ ഒന്നും കാണണ്ട കാശിയേട്ടാ. അവരോട് വരണ്ടാന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? കുനിഞ്ഞ മുഖത്തോടെ അപ്പു തിരക്കി. അങ്ങനെ പറയുന്നത് ശരിയാണോ അപ്പോ? അവർ നിന്റെ അച്ഛൻ്റെ അമ്മയും അച്ഛനും ബന്ധുക്കളുമാണ്. കാശി അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതൊക്കെ എനിക്കറിയാം കാശിയേട്ടാ. പക്ഷേ എനിക്കെന്തോ അവരെ ഒന്നും കാണണം എന്ന് തോന്നുന്നില്ല. ഇവിടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒഴികെ ബാക്കിയുള്ളവർക്കൊക്കെ അപ്പു ഒരു അപശകുനമല്ലേ. ഇനി വരുന്നവരും എന്നെ അങ്ങനെ തന്നെ കണ്ടാലോ? പേടിയാണ് കാശിയേട്ടാ എനിക്ക്. സങ്കടത്തിൽ വിതുമ്പിക്കൊണ്ട് പെണ്ണ് അവനോട് പറഞ്ഞു. ഇവരൊക്കെ എൻ്റെ കുഞ്ഞിനോട് അങ്ങനെ പെരുമാറി എന്ന് വെച്ച് നിന്റെ അച്ഛൻ്റെ വീട്ടുകാർ അങ്ങനെയൊന്നും ആവില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് നിന്നെ കാണാൻ വരേണ്ട കാര്യമുണ്ടോ അപ്പോ? അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്നു കണ്ടു പോയാൽ പോരെ? ഇതിപ്പോ എല്ലാരും കൂടെ വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് നിന്നെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ? അപ്പുവിന്റെ മുഖം കൈവെള്ളയിൽ കോരിയെടുത്തുകൊണ്ട് കാശി തിരക്കി. അവർക്ക് എന്നോട് വെറുപ്പൊന്നുമില്ലായിരിക്കും അല്ലേ കാശിയേട്ടാ? കുഞ്ഞു പിള്ളേരെ പോലെ മൂക്ക് വലിച്ചുകൊണ്ട് ചോദിക്കുന്നവളെ വാരി നെഞ്ചോട് ചേർത്തു ആ ചുണ്ടുകൾ ചുണ്ടു ചേർത്തു കാശി. സത്യമാണോ വിനയ് നീ പറയുന്നത്? ആ പെണ്ണിന്റെ തന്തയുടെ വീട്ടുകാർ അങ്ങനെ വരുമോ? ഇത്രയും കാലം കഴിഞ്ഞു വരാനും കാണാനും ഒക്കെ അവർക്ക് നാണമാവില്ലേ? അപ്പുവിനെ കാണാൻ അവളുടെ അച്ഛൻ വീട്ടുകാർ വരുന്നുവെന്ന് വിമലമ്മ ശാന്തയോട് പറയുന്നത് കേട്ടുനിന്ന വിനയ അത് ചൂടാറാതെ ഹേമയ്ക്കരികിൽ എത്തിച്ചതാണ്. പറഞ്ഞു കേട്ടിടത്തോളം അവൾ വലിയ പേരുകേട്ട തറവാട്ടുകാരും പണക്കാരും ഒക്കെയാണെന്ന് പറയുന്നു. നിരാശയോടെ വിനയ പറഞ്ഞു. വരുമെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. ആദ്യം അവർ വരട്ടെ. ഈ ഭാഗ്യം കെട്ട പെണ്ണിനെ കണി കണ്ടാൽ പോലും കുഴപ്പമാണെന്ന് നമ്മൾ അങ്ങ് പറഞ്ഞാൽ പിന്നെ ആരാണ് ഇവളെ ആനയും അമ്പാരിയും കൊണ്ട് ആനയിച്ചു കൊണ്ട് പോകുന്നത് എന്ന് നോക്കട്ടെ. ഹേമ മനസ്സ് നിറഞ്ഞ ക്രൂരതയോടെ പറഞ്ഞു. സ്വീകരിക്കില്ലായിരിക്കും അല്ലേ ഹേമേടത്തി? സന്തോഷം ഉറപ്പിക്കാൻ എന്നവണ്ണം തിരക്കി. എൻ്റെ പൊന്നു വിനയെ, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ വൈദുവിൻ്റെ വയറ്റിൽ ഈ പെണ്ണ് ഉരുവായപ്പോൾ തന്നെ തന്ത പോയി. പെറ്റ് ഈ പെണ്ണിൻ്റെ മുഖം ഒന്ന് കാണും മുമ്പ് തള്ളയും പോയി. ഇപ്പോൾ കെട്ടിച്ചെന്ന് 3 മാസം ആയതേ ഉള്ളൂ. ആ ചെക്കൻ അപകടത്തിൽപ്പെട്ടു. ഇതൊക്കെ എണ്ണി എണ്ണി അങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരെ വരുന്നവർ വാലും ചുരുട്ടി ഓടാൻ? ഹേമയുടെ വിഷം നിറഞ്ഞ മനസ്സും നാവും ഒരുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അത് കേട്ട് സന്തോഷത്തോടെ വിനയും. ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ ആ നിമിഷം അവർ അറിഞ്ഞിരുന്നില്ല വിതയ്ക്കുന്നതേ കൊയ്യൂ എന്ന്. ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, നല്ലോണം റെസ്റ്റ് എടുക്കണമെന്ന്. ഇന്ന് കാശിക്ക് ഡോക്ടറെ കാണേണ്ടതുണ്ടായിരുന്നു. പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനിയും ഒരാഴ്ച കൂടെ കഴിഞ്ഞു ചെല്ലാനാണ്. അതുവരെ റെസ്റ്റ് എടുക്കണമെന്ന്. തോലുപോയ ഭാഗങ്ങളൊക്കെ ഉണങ്ങി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാല് മാത്രമേ വേദനയുള്ളൂ. അതും സഹിക്കാൻ പറ്റുന്ന വിധത്തിൽ. അതങ്ങനെ പറഞ്ഞിട്ടും പെണ്ണ് സമ്മതിച്ചു കൊടുക്കാതെ ചെക്കൻ്റെ ചെവി തിന്നുകയാണ് എന്ന് മാത്രം. എൻ്റെ പൊന്നപ്പൂ, ഞാൻ അനങ്ങാതെ ഒരിടത്തിരുന്നോളാം. പക്ഷേ തിങ്കളാഴ്ച മുതൽ നീ ക്ലാസ്സിൽ പൊയ്ക്കോണം പറഞ്ഞേക്കാം. ഇത്തിരി ഉച്ചത്തിൽ കാശി പറഞ്ഞു. ആ ഞാനേ പോയേക്കാം. കാശിയേട്ടന് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ളതൊക്കെ ഞാൻ അടുത്ത് കൊണ്ടുവച്ചിട്ട് പോകും. എങ്ങാനും എഴുന്നേറ്റ് നടന്ന് കാലനയ്ക്കാൻ ബാക്കി ഞാൻ പിന്നെ പറയും. കണ്ണും മുഖവും കൂർപ്പിച്ച് ചുണ്ടൊക്കെ വിറപ്പിച്ചുകൊണ്ട് പെണ്ണ് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ തന്നെ സാധിച്ചാൽ മതിയോ? ഇരുപിരികവും ഉയർത്തിയും താഴ്ത്തിയും കാണിച്ചുകൊണ്ട് കാശി തിരക്കി. അതിന് ഞാനൊരു കാര്യം ചെയ്യാം. ആ പഴയ ബക്കറ്റ് എടുത്ത് ഇവിടെ വെച്ചേക്കാം. അതിൽ സാധിച്ചാൽ മതിയെന്നേ. ഞാൻ വന്നിട്ട് എടുത്തു കളഞ്ഞേക്കാം. വാതുക്കളെത്തിയവൾ തിരിഞ്ഞു നിന്ന് പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് ഒരു പോക്കായിരുന്നു. എൻ്റെ ഈശ്വര, എൻ്റെ അപ്പൂന് ഇമാരി പറയാനുള്ള അറിവും നാവുമൊക്കെ ഉണ്ടായിരുന്നോ? ഇവിടെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ പെണ്ണ് പറഞ്ഞതുപോലെ ചെയ്തു കളയും. അവളുടെ മുഖത്തെ ഭാവവും വെട്ടിത്തിരിഞ്ഞുള്ള പോക്കുമൊക്കെ കണ്ട് അന്തം വിട്ട കാശി നെഞ്ചിൽ കൈവച്ചു പോയി. അവരൊക്കെ വരുന്നു എന്ന് കേട്ടപ്പോൾ നിനക്ക് ടെൻഷനുണ്ടോ അപ്പൂസേ? തിങ്കളാഴ്ച വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിറങ്ങിയതും വേഗത്തിൽ അച്ചുവിൻ്റെ കൈയും പിടിച്ച് നടന്ന പെണ്ണിനോട് അവൾ തിരക്കി. ടെൻഷനുണ്ടോയെന്ന് ചോദിച്ചാൽ ഇതുവരെ കാണാത്ത കുറേ ആൾക്കാരെ കാണുന്നതിൻ്റെ ഒരു അങ്കലാപ്പുണ്ട് എനിക്ക്.
എങ്കിലും ഞാനിപ്പോൾ അതൊന്നും ഓർക്കുന്നില്ല. വരും പോലെ വരട്ടെ. പിന്നെ ആര് വന്നാലും പോയാലും എനിക്ക് എൻ്റെ കാശിയേട്ടൻ ഉണ്ടല്ലോ. അപ്പു ആലോചനയൊന്നും കൂടാതെ ചെറുചിരിയോടെ പറഞ്ഞു. എൻ്റെ അപ്പൂസിൻ്റെ ഈ മാറ്റം കാണുമ്പോൾ എനിക്കുണ്ടല്ലോ അത്ഭുതമാണ്. അപ്പുവിൻ്റെ ചൊടിയോടെയുള്ള വർത്തമാനമൊക്കെ കേൾക്കെ അച്ചുവും സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അപ്പുവിനെയും പിടിച്ച് ബസ്സിലേക്ക് കയറി. എന്തത്ഭുതം? അപ്പു അവളെ കയ്യിലൊന്ന് അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, മുൻപൊന്നുമില്ലാത്തവണ്ണം ഇടയ്ക്കിടെ ചിരിക്കുന്നു. അതുപോലെ വല്ലാതെ കൂടുന്ന കുറുമ്പ് പിടിച്ച വർത്തമാനം. ബസ്സിന്റെ നടുവിലെ കമ്പിയിൽ ചാരി നിന്ന് അച്ചു സന്തോഷത്തോടെ പറഞ്ഞു. അതിനൊക്കെ കാരണം ഒന്നേ ഉള്ളെൻ്റെ അച്ചൂട്ടി. ബസ്സിൽ തിങ്ങിഞ്ഞെരുങ്ങി നിന്ന ആളുകൾക്കിടയിലെ നൂണ്ടിറങ്ങാൻ പാകത്തിന് ചവിട്ടുപടിയുടെ മുകളിൽ നിന്ന് അപ്പു പറഞ്ഞു. എന്ത് കാരണം? സ്റ്റോപ്പിൽ ഒരു കുലുക്കത്തോടെ വന്നു നിന്ന ബസ്സിൽ നിന്ന് നൂണ്ടിറങ്ങിയിട്ട് അച്ചു ചോദിച്ചു. എൻ്റെ കാശിയേട്ടൻ, ഏട്ടൻ്റെ സ്നേഹം, കരുതൽ, അതൊക്കെ തന്നെയാണ്. അപ്പു പുഞ്ചിരിയോടെ പറയുമ്പോൾ ആ ഒരുവനരികിൽ എത്താൻ അവൾക്ക് തിടുക്കമേറിയിരുന്നു. അതെന്നും അങ്ങനെ തന്നെ ആവട്ടെ, അച്ചു ആത്മാർത്ഥമായി തന്നെ പറഞ്ഞു. ഡീ, നീ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ചായയും നല്ല ചൂട് പഴംപൊരിയുമൊക്കെ ഉണ്ടാക്കി തരാം ഞാൻ. പിന്നെ നിന്റെ അഭിയേട്ടനുണ്ട് ഇന്നവിടെ. ഒരു കള്ളച്ചിരിയോടെ അപ്പു പറയുമ്പോൾ അച്ചുവും അതേ കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ തലയാട്ടി. അവർ ഇന്ന് രാത്രി മലപ്പുറത്ത് നിന്ന് തിരിക്കും. നാളെ രാവിലെ തന്നെ നെടുമങ്ങാട് അമ്മയുടെ വീട്ടിലെത്തുമെന്ന്. പ്രായമായവരും കുട്ടികരുമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇത്തിരി നേരം റെസ്റ്റ് എടുത്തിട്ട് ഉച്ച കഴിഞ്ഞ് ഇങ്ങ് വരുമെന്ന്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മലപ്പുറത്തുകാർ വരുന്ന വിവരം കാശി പറഞ്ഞത്. അപ്പോൾ നാളെ ക്ലാസ്സിൽ അപ്പു വരുന്നില്ലേ? പഴംപൊരി എടുത്ത് കടിച്ചുകൊണ്ട് അച്ചു ചോദിച്ചു. അപ്പു ഒന്നും മിണ്ടാതെ കയ്യിലെടുത്ത പഴംപൊരി കഴിക്കണോ വേണ്ടയോ എന്ന പോലെ ആരെയും നോക്കാതെ ഇരിക്കുകയാണ്. എൻ്റെ അപ്പൂട്ടൻ നാളെ ക്ലാസ്സിൽ വരും. ഉച്ച കഴിയുമ്പോൾ അവർ അവിടുന്ന് ഇറങ്ങാൻ ഇവിടെ എത്തുമ്പോൾ 3:30-4 മണിയാകും. അപ്പോഴേക്ക് നിങ്ങളിന്ന് എത്തുമല്ലോ. കാശി പറഞ്ഞിട്ട് അപ്പുവിനെ നോക്കിയെങ്കിലും മറ്റെന്തോ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് പെണ്ണ്. അപ്പൂ, അത് കഴിക്ക്. കുറച്ചു നേരമായില്ലേ അതും കയ്യിൽ വെച്ചിരിക്കാൻ തുടങ്ങിയിട്ട്? അപ്പുവിൻ്റെ ഇരിപ്പ് കണ്ട് കാശി പറഞ്ഞു. അവർ വരുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലും കരുതണ്ടേ കാശിയേട്ടാ? ആദ്യമായി വരുന്നതല്ലേ? അതുവരെ മിണ്ടാതിരുന്ന അഭി മെല്ലെ ചോദിച്ചു. അതൊക്കെ അമൽ ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ സംസാരിച്ചിരിക്കും. ഞാൻ എൻ്റെ ഭാവി ഭാര്യയെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് വായനശാലയിലേക്ക് ചെല്ലട്ടെ. സന്ദീപൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. അച്ചുവിനെ ഒന്ന് നോക്കിയിട്ട് കാശിയോട് പറഞ്ഞിട്ട് അഭി എഴുന്നേറ്റു. അച്ചു ഒരു പരുങ്ങലോടെ കാശിയെ നോക്കി. ചെല്ലച്ചു, ഞാൻ രാധമാമിയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അഭി കൊണ്ടുവിടുമെന്ന്. നാളെ കാണാമടി. കാശി പറഞ്ഞതും പെണ്ണൊരു ആശ്വാസത്തോടെ അപ്പുവിൻ്റെ കവളിൽ മുത്തി പറഞ്ഞിട്ട് അഭിയുടെ പിന്നാലെ ഓടി. അപ്പൂ, കാശിട്ടൻ്റെ അപ്പൂട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? അവർ വന്നിട്ട് അങ്ങ് പോവും, അല്ലാതെ എൻ്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടു പോകുമെന്നില്ല. രാത്രി കിടന്ന് കുറേയേറെ നേരം കഴിഞ്ഞിട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നവളെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് കാശി പറഞ്ഞു. എനിക്കെൻ്റെ കാശിയേട്ടൻ മാത്രം മതി, വേറെ ആരും വേണ്ട. അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് പെണ്ണ് സങ്കടത്തിൽ പറഞ്ഞു. അപ്പോ, അന്ന് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ എൻ്റെ കുഞ്ഞ് ഒറ്റയ്ക്കായെന്ന് തോന്നിയില്ലേ? ഒരാളെങ്കിലും എൻ്റെ അപ്പൂനോ എനിക്കോ സ്വന്തമെന്ന് പറയാൻ ഉണ്ടായിരുന്നു എന്ന് തോന്നിയില്ലേ? അവളുടെ മുഖമാകെ ഉമ്മവെച്ചുകൊണ്ട് കാശി തിരക്കി. അതൊക്കെ തോന്നി എന്ന് വെച്ച് ഇവരൊക്കെ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? അപ്പു അസ്വസ്ഥതയോടെ അവനോട് ചോദിച്ചു. നമുക്കും സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലും വേണോ അപ്പു? ഒരാവശ്യം വരുമ്പോൾ ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ. ഏത് പാരാത്രിയിലും മടിക്കാതെ പേടിക്കാതെ നമുക്ക് വിളിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറയുമ്പോൾ കാശിയുടെ കണ്ണുകൾ നിറഞ്ഞു ശബ്ദമിടറി. അതിന് നമുക്ക് അമലേട്ടനും അച്ചുവും ഉഷമ്മയും രാധമാമിയും ഒക്കെ ഉണ്ടല്ലോ, പിന്നെന്താ? അവളുടെ ചോദ്യം കേട്ട് അവന് ആ സങ്കടത്തിലും ചിരി വന്നുപോയി. അവർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിലോ എൻ്റെ അപ്പൂസെ, അപ്പോൾ നമുക്ക് മാറി വിളിക്കാൻ ഒരാൾ കൂടെയുള്ളത് നല്ലതല്ലേ? കാശി ആ ചുണ്ടിൽ ചുണ്ടു ചേർത്ത് ഒന്ന് ഉരസിക്കൊണ്ട് ചോദിച്ചു. അതൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് അവരൊന്നും വരുന്നത് അത്ര ഇഷ്ടമില്ല, അതേ അറിയൂ. അവൾ കുറുമ്പോട് പറഞ്ഞു നിർത്തിയ നിമിഷം ആ ഇതളുകളെ കാശി കവർന്നെടുത്തിരുന്നു. ഇനി അങ്ങനെയൊന്നും പറയണ്ട, കിടന്നുറങ്ങിക്കേ. നാളെ ക്ലാസ്സിലൊക്കെ പോയിട്ട് എൻ്റെ അപ്പൂസ് ഹാപ്പിയായിട്ട് വേണം അവർക്ക് മുന്നിൽ നിൽക്കാൻ. അവർ വന്നിട്ട് പൊയ്ക്കോട്ടെ. അവളുടെ ചുണ്ടിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ട് അവൻ പറഞ്ഞു. ഈ കാശിയേട്ടൻ ഭയങ്കര കള്ളനാണ്. ഉമ്മ വച്ച് മാറിയവനെ നോക്കി കുറുമ്പോടെ അപ്പു പറഞ്ഞു. എന്നാലേ ഈ കള്ളനെ ഒന്ന് ഉറക്കി തന്നെ എൻ്റെ അപ്പുവമ്മേ. വയ്യാത്ത കുഞ്ഞാണ്, അതുകൊണ്ട് തഴുകി തലോടിയൊക്കെ ഉറക്കണേ. അപ്പുവിൻ്റെ മൈൻഡൊന്ന് ഓക്കെ ആയെന്ന് തോന്നിയതും അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് കാശി പറഞ്ഞു. അപ്പു ഇക്കിളി കൊണ്ടൊന്ന് അടക്കി ചിരിച്ചു. ഇങ്ങനെ ചിരിക്കല്ലേ അപ്പു, എനിക്ക് കാലുവേദനയൊന്ന് ഞാനങ്ങ് മറന്നു പോകുമേ. അവളുടെ കഴുത്തിൽ ചുണ്ടമർത്തിക്കൊണ്ട് കാശി പറഞ്ഞതും പെണ്ണിൻ്റെ ചിരി സ്വിച്ചിട്ടതുപോലെ അങ്ങ് നിന്നു. പിന്നെ അവനെ ചേർത്ത് പിടിച്ച് കണ്ണുകൾ മുറുകെ അടച്ചു. അവളുടെ പ്രവൃത്തി കണ്ട് ഇത്തവണ ചിരിച്ചു പോയത് കാശിയായിരുന്നു. ഒന്ന് ചിരിച്ച അപ്പൂസെ, നമ്മൾ ഇന്നലെ എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയതല്ലേ അപ്പൂ? പിന്നെന്താ ഇപ്പം വീണ്ടും മുഖം വാടിയത്? രാവിലെ കോളേജിൽ പോകാൻ ഇറങ്ങിയിട്ടും ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്ന പെണ്ണിനോട് കാശി ചോദിച്ചു. എനിക്ക് അറിയില്ല കാശിയേട്ടാ.
അവരൊക്കെ വരുന്നു എന്ന് വിചാരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ സന്തോഷം മുഴുവൻ പോകുന്ന പോലെ. എനിക്കൊന്ന് ചിരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോ ഇവിടെ വാ, കാശിയേട്ടൻ്റെ അടുത്തേക്ക് വാ, കണ്ണൊക്കെ നിറച്ചു നിന്ന് പറയുന്ന പെണ്ണിനെ കാശി ബെഡിൽ തട്ടി കാണിച്ചു വിളിച്ചു. അപ്പു കണ്ണൊക്കെ തുടച്ചിട്ട് അവൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ കൊച്ചെന്തിനാ ഇപ്പോൾ സങ്കടം? അവർ വന്നോട്ടെ, കണ്ടു പൊയ്ക്കോട്ടെ. അതൊന്നും ഈ കുഞ്ഞി തലയിൽ നിറച്ചു വെച്ച് ടെൻഷൻ ആവേണ്ട. പിന്നെ ഇന്ന് അവരൊക്കെ വന്നു കണ്ടുപോയ ശേഷം ഇനി ഒരിക്കലും എൻ്റെ അപ്പുവിന് അവരെ കാണണ്ട എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, എൻ്റെ അപ്പൂട്ടന് അത് ഇഷ്ടമല്ല എന്ന്. അതുപോരെ? അവളുടെ മുഖം കൈകളിൽ വാരിയെടുത്തു ആ നെറ്റിയിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ആലോചനയോടെ അവളൊന്നും മൂളി. വേഗം വാ അപ്പു, അവരൊക്കെ എത്തിക്കാണും. അപ്പുവിൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അച്ചു പറഞ്ഞു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അച്ചു? എന്നെ എപ്പോഴും അവർ വരുന്ന കാര്യം ഓർപ്പിക്കാൻ മുഖം ചുളുക്കിക്കൊണ്ട് അച്ചുവിനോട് തിരക്കി പെണ്ണു. എൻ്റെ അപ്പൂസേ, കാശിയേട്ടനെ കൊണ്ട് നിന്നെ കെട്ടിക്കാനുള്ള തീരുമാനം അപ്പൂപ്പൻ എടുത്തത് നന്നായി. ഇല്ലെങ്കിൽ നിന്റെ ഈ കൂറ സ്വഭാവത്തിന് ആ ആദിയേട്ടൻ എങ്ങാനും നിന്നെ കെട്ടിയിരുന്നുവെങ്കിൽ നീ പെട്ടേനെ മോളെ. അച്ചു വലിയ കാര്യം പോലെ പറഞ്ഞു. അതെന്താ, ഞാൻ അത്രയ്ക്ക് മോശമാണോ? അപ്പു സങ്കടത്തിൽ അവളെ നോക്കി. നീ മോശമാണെന്നല്ല, നിന്റെ ചില നേരത്തെ സ്വഭാവം കണ്ടാൽ നമ്മുടെ വായനശാലയിൽ അടുത്തുള്ള പഞ്ചായത്ത് വക കിണറ്റിൽ എടുത്തിടാൻ തോന്നും, അത്രയേ ഉള്ളൂ. ഡി, അപ്പു ചീറിക്കൊണ്ട് അച്ചുവിൻ്റെ കയ്യിൽ ഒന്ന് നോളി. നോക്കടി, നിന്റെ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്ന കാറുകൾ ബെൻസും ഓടിയും ഒക്കെയാണല്ലോ അപ്പൂസേ. വായനശാല കഴിഞ്ഞപ്പോൾ തന്നെ രാഗത്തിൻ്റെ മുറ്റത്ത് കിടക്കുന്ന കാറുകൾ കണ്ട് അച്ചു പറഞ്ഞത് അവളുടെ കൈയും പിടിച്ചു നടന്ന അപ്പുവിൻ്റെ നടപ്പിൻ്റെ വേഗത കുറഞ്ഞു. മുഖത്ത് വല്ലായ്മ നിറഞ്ഞു.